നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ പുതിയത് എടുക്കാം, നിലവിൽ കാർഡുള്ള ആളുകൾക്ക് മറ്റ് കുടുംബാംഗങ്ങളെ എങ്ങനെ ചേർക്കാം, ഇതുവരെയും കാർഡ് എടുക്കാത്ത ആളുകൾക്ക് എന്തെല്ലാം ചെയ്താലാണ് പുതിയ കാർഡ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ തൊട്ടടുത്തുള്ള ഫോളോ ബട്ടൺ കൂടി അമർത്തി വെക്കുക. നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ. പ്രതീക്ഷിക്കാതെ വരുന്ന ഇത്തരം ചിലവുകൾക്ക് വലിയൊരു ആശ്വാസമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസാണ് ഈ പദ്ധതി മൂലം നടപ്പിലാക്കുന്നത്. നമ്മുടെ നാടുകളിലുള്ള ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും 30-40% ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ 100% ഡിസ്കൗണ്ട് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഉള്ളത്. നിലവിൽ നിങ്ങൾക്ക് ഈ കാർഡുള്ള ആളുകൾ എസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ ഒരു കാർഡ് ഏകദേശം ഇപ്പോൾ 16 വർഷത്തോളമായി ഇപ്പോൾ നാട്ടിൽ ഇറങ്ങിയിട്ട്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു കാർഡായിരുന്നു തുടക്ക സമയത്ത് നമുക്ക് ലഭിച്ചിരുന്നത്. പിന്നീട് ഇതിൽ പല അപ്ഡേഷനും വരികയും അവസാനം ഇപ്പോൾ വന്നൊരു അപ്ഡേഷൻ 2018 വന്നൊരു അപ്ഡേഷനാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിക്കുന്ന രീതിയിലായിരുന്നു അന്ന് അപ്ഡേഷൻ വന്നത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് കാര്യമായ ഒരു അപ്ഡേഷൻ ഇതിൽ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ കാർഡുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു സൗകര്യമുള്ളത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡ് കൈവശമുള്ള ആളുകൾ 2018 വരെ പുതുക്കിയ ആളുകളാണെങ്കിൽ അവർക്ക് ഈ കാർഡുമായി എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് മറ്റ് കുടുംബാംഗങ്ങളെ ഈ കാർഡിൽ ചേർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ പുതിയ രൂപത്തിലുള്ള ലാമിനേഷൻ്റെ കാർഡ് കൈവശമുണ്ടെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളെയും ഇതിലേക്ക് ചേർക്കാൻ സാധിക്കും. അത് നമുക്ക് വേണ്ട രേഖകളെന്ന് പറയുന്നത് അവരുടെ റേഷൻ കാർഡിൻ്റെ കോപ്പിയാണ്. നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡുണ്ടെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമുക്ക് ഈ അത്യാവശ്യം വരുന്ന സമയത്ത് ഇതിൽ ചേർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചേർക്കുന്നതിൻ്റെ കാർഡിൻ്റെ കളർ, BPL APL വ്യത്യാസങ്ങളൊന്നും ഇതിന് പ്രശ്നമില്ല. അതുപോലെ തന്നെ നിലവിൽ കാർഡ് കൈവശമില്ലാത്ത ആളുകൾക്ക് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ തന്നെ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ കാർഡിന് പുതിയതായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി ഇതിലൊരു പുതിയ അപ്ഡേഷൻ വരാൻ പോവുകയാണ്. 50 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് പുതിയ അപ്ഡേഷൻ വരിക. ഇപ്പോഴത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അടുത്ത മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുണ്ടാവുക. അതിനുമുമ്പ് തന്നെ നമ്മുടെ ആധാർ കാർഡ് അടക്കമുള്ള എല്ലാ രേഖകളും റെഡിയാക്കി വെക്കുകയെന്നാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. പല ആളുടെയും രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് ആധാർ കാർഡിൽ ഒരു പേര്, റേഷൻ കാർഡിൽ മറ്റൊരു പേര്, ഇങ്ങനെ പല രൂപത്തിലും പേരുകളുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ രേഖകളെല്ലാം റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ലൈസൻസ് അടക്കമുള്ള നിങ്ങളുടെ രേഖകൾ ക്ലിയറാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ഇപ്പോൾ ഇത് യൂട്യൂബിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അവൈലബിലിറ്റി ഉള്ളത്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി തന്നെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. മാസം 29 രൂപ നമ്മൾ ഇതിന് ചാർജ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ ഇങ്ങനെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. നമ്മൾ നിങ്ങളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ആധാർ കാർഡ് അടക്കമുള്ള എല്ലാ രേഖകളും നമ്മൾ റെഡിയാക്കി വെക്കുക. ആധാർ കാർഡ് അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടെന്ന് ഉറപ്പുവരുത്തുക. റേഷൻ കാർഡിൽ നമ്മുടെ ആധാർ കാർഡിലുള്ളതുപോലെ തന്നെയാണ് പേരെന്ന് ഉറപ്പുവരുത്തുക. ഡേറ്റ് ഓഫ് ബർത്ത് 2-ലും 1 ഉറപ്പുവരുത്തുക. ഇങ്ങനെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്ഡേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഈ കാർഡ് ലഭിക്കുകയും ഇതിൻ്റെ അപ്ഡേഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.